സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് ശാരിക വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി നന്ദേട്ടൻ പറഞ്ഞത് ഓർത്ത് ടെൻഷനാവുമൊന്നും വേണ്ട, നന്ദേട്ടൻ പറഞ്ഞത് സത്യമാണോന്നൊന്നും അറിയില്ലല്ലോ, എന്തായാലും ചേച്ചി ഉറച്ചൊരു തീരുമാനത്തിലെത്തണം, ഇനി ആരുടെ മുന്നിൽ ചേച്ചി തോറ്റു കൊടുക്കരുത്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല ശാരി, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല, ഞാൻ ആകെ ടെൻഷനിലാണ് നിൽക്കണേ, എനിക്ക് ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, ചേച്ചി അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല, എല്ലാത്തിനും നമുക്കൊരു പ്രതിവിധി കണ്ടെത്താം, എന്തായാലും അച്ഛനൊന്ന് ഡിസ്ചാർജ് ആവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം, എന്തായാലും സിദ്ധാർത്ഥനങ്ങളും ഗിരീഷേട്ടനെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ചേച്ചി കൂടുതൽ ടെൻഷൻ ആവണ്ട, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, നിയമവഴിക്ക് പോകാൻ തന്നെയായിരിക്കും അവരുടെ തീരുമാനമെന്ന്. ഈ സമയത്ത് നമ്മളുടെ ഗിരീഷിനെ അങ്ങോട്ട് വരുന്നുണ്ട്. ഗിരീഷിനെ കണ്ടതും ശാരിക പറയുന്നുണ്ട്, എന്താ ഗിരീഷേട്ട കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല, എല്ലാ കാര്യങ്ങളും സിദ്ധാർത്ഥൻ സാറും നന്ദനും എല്ലാവരും ചേർന്ന് ആലോചിച്ച് തീരുമാനിക്കട്ടെ, ഇനിയിപ്പോൾ മാധവേട്ടൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചേച്ചിയുടെയും നന്ദേട്ടൻ്റെയും കാര്യം ഓർത്തിട്ടുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ, ഇന്നിപ്പോൾ സിദ്ധാർത്ഥനങ്ങൾ ഇവിടെ വന്നിരുന്നു എന്ന് പറയുമ്പോൾ ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, ഒറ്റയ്ക്കാണോ അതോ പ്രഭാവതി മേഡം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ല, പ്രഭാവതി ആൻറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, സിദ്ധാർത്ഥനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും നന്ദേട്ടനെ കാണാത്തതുകൊണ്ട് അച്ഛൻ നല്ല വിഷമത്തിലാണ്, അമ്മയാണെങ്കിലും നല്ല ദേഷ്യത്തിൽ തന്നെയാണ്, ഞങ്ങൾക്ക് അമ്മയോട് സത്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളായതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കത് വിശ്വാസമായിട്ടൊന്നുമില്ല, ഇത്രയും വലിയൊരു ആപത്ത് അച്ഛന് പറ്റിയിട്ടും നന്ദേട്ടൻ തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞുള്ള സങ്കടത്തിൽ, അതുമാത്രമല്ല നന്ദേട്ടൻ്റെ കയ്യിൽ നിന്നല്ലേ അച്ഛനിങ്ങനെ പറ്റിയതും, എന്നിട്ടും നന്ദേട്ടനൊന്നും വന്നില്ലല്ലോ എന്നും പറഞ്ഞ് അമ്മ ആകെ സങ്കടത്തിലും ദേഷ്യത്തിലുമാണ്. ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നന്ദനിപ്പം ഇങ്ങോട്ട് വരാൻ പറ്റിയ സാഹചര്യത്തിലൊന്നുമല്ല, അവനാകെ സമനില തെറ്റിയ മാതിരിയാണ് നിൽക്കണേ, ഇനി നമ്മളെല്ലാം ചേർന്ന് അവനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അന്നേരം ശാരിക പറയുന്നുണ്ട്, ഇനി ചേച്ചി നന്ദേട്ടൻ്റെ ജീവിതത്തിലേക്ക് പോകുന്നൊന്നും എനിക്ക് തോന്നണില്ല, അത്രയും വലിയ ചതിയല്ലേ നന്ദേട്ടൻ ചേച്ചിയോട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ലല്ലോ ശാരിക, എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ, അതിനുശേഷം ആ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന്. ഈ സമയത്ത് നമ്മളുടെ രജനിയാണെങ്കിൽ ആകെ സങ്കടത്തിലാണ്. രജനി ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ട് കരയുമ്പം ഗിരീഷിൻ്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, രജനി മോളെ നീ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം, സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ എന്നാലും നന്ദൻ അങ്ങനെ സംഭവിച്ചല്ലോ അമ്മേ, ഇനി നന്ദൻ്റെ കാര്യം എന്താവും, അവൻ്റെ ജീവിതം പോയില്ലേ, അവനിനി ജയിലിൽ പോകേണ്ട വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം എന്തായാലും ചെയ്തത് നിസ്സാര കുറ്റമൊന്നും അല്ലല്ലോ, ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജയിലിൽ പോകേണ്ട കേസല്ലേ, പിന്നെ അതിന് നീ കരഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം രജനി പറയുന്നുണ്ട്, എന്നാലും എനിക്ക് എൻ്റെ സങ്കടം സഹിക്കാൻ പറ്റണില്ല, നാളെ മുതൽ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കുമെന്ന് പറയുമ്പോൾ ആളുകളുടെ മുഖത്ത് നോക്കണതിനെക്കുറിച്ചാണോ രജനിക്ക് ടെൻഷൻ, അതോ നന്ദൻ ജയിലിൽ പോണതിനെക്കുറിച്ച് ഓർത്താണോ എന്ന് ചോദിക്കുമ്പോൾ രജനി പറയുന്നുണ്ട്, രണ്ട് കാര്യത്തിലും എനിക്ക് ടെൻഷനുണ്ട്, എന്തായാലും അമ്മ ഇതുവരെ എന്നോട് ഈ സത്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗിരിയുടെ അമ്മ പറയുന്നുണ്ട്, ഈ അവസ്ഥയിലിരിക്കുന്ന മോളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അമ്മ പറയാതിരുന്നത്, എന്തായാലും ഇനി ഇതും പറഞ്ഞ് അമ്മയോട് ദേഷ്യപ്പെടാൻ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ, ഞാനിനി അമ്മയെ വിളിച്ച് ദേഷ്യപ്പെടാനൊന്നും നിൽക്കണില്ല, അമ്മ എന്തായാലും തകർന്ന് നിൽക്കുമായിരിക്കും, അച്ഛനിത് എങ്ങനെ സഹിക്കും, ഒന്നുമില്ലെങ്കിലും അച്ഛനൊരു MLA ആയിരുന്നില്ലേ, ഒരു ചീത്തപ്പേര് ഇന്ന് വരെ അച്ഛൻ നേടിയിട്ടില്ല, ഇനിയിപ്പോൾ നന്ദൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, എല്ലാത്തിനും ദൈവം ഒരു വഴി കാണിച്ചു തരും, നീ സമാധാനമായിട്ടിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദനാണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രഭാവതി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബെല്ലയും കെവിനും എന്താ പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരെന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു അമ്മേ, ഇനി ഇതിൻ്റെ പേരിൽ അവർ കേസിൽ പെടുമെന്നുള്ള പേടി അവർക്ക്, അവരുടെ പേര് ഒരിടത്തും പറയരുതെന്ന് അവർ പറഞ്ഞേക്കണേന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, എന്നോടും അവരങ്ങനെ തന്നെയാണ് പറഞ്ഞത്, പക്ഷേ ബെല്ല ഇത്രയും നാൾ പറഞ്ഞതുപോലെ അല്ല എന്നോട് സംസാരിച്ചത്, ബെല്ലയുടെ സംസാരത്തിൽ ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തത്ത് പറയത്തുണ്ട്, അത് ബെല്ലയ്ക്ക് ഭയമായിട്ടാമേ, ഇനി ഈ കേസ് കുത്തിപ്പൊക്കിയ അവരെന്തായാലും പ്രതിയാവുമല്ലോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടെന്ന്, എന്തായാലും നീ ആലോചിക്കാതെ ദേവികയോട് സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത് വലിയ മണ്ടത്തരമായിപ്പോയി, ഇനി ദേവികയും സിദ്ധുവും എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല, അവരുടെ ഒരു സ്വഭാവം വെച്ച് അവർ നിയമവഴിക്ക് തന്നെ നീങ്ങാനാണ് സാധ്യത. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല അമ്മേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലേ, ഞാൻ ശിക്ഷ വാങ്ങിക്കോളാം. ഈ സമയത്ത് നമ്മളുടെ ഋഷിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. അന്നേരമാണ് ഇസബല്ലയുടെ കോൾ വരുന്നത്. ഇസബല്ലയാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തതും ഇസബല്ല പറയുന്നുണ്ട്, ഋഷി നമ്മളുടെ പ്ലാനൊക്കെ പൊളിയുമെന്നാണ് തോന്നണേന്ന് പറയുമ്പോൾ എന്താ ബെല്ല എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് നന്ദൻ ദേവികയോട് സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയണം. അത് കേട്ടതും
എന്താ ഇസബല്ല നീ ഈ പറയണത്? എങ്ങനെയാ നന്ദൻ ദേവികയോട് സത്യങ്ങൾ പറഞ്ഞ് അതിന് ദേവിക അവിടെ നിന്ന് പിണങ്ങി പോയില്ലേന്ന് ചോദിക്കുമ്പം അതൊക്കെ ശരിയാ, പക്ഷേ ദേവികയുടെ അച്ഛനെ നന്ദൻ തല്ലി ഇപ്പോൾ ഹോസ്പിറ്റലാണല്ലോ, അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ദേവിക വന്നത്. ആ സമയത്ത് നന്ദൻ നടന്ന കാര്യങ്ങളെല്ലാം ദേവികയോട് തുറന്നു പറഞ്ഞു. അന്നേരം ഋഷി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്തായാലും ദേവിക പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ അന്വേഷണം വരൂലേ, അപ്പം ഞാൻ മരിച്ചിട്ടില്ല ജീവിച്ചിരിക്കേണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പ്രശ്നമാവൂലേ, നമ്മളുടെ എല്ലാ പ്ലാനും പൊളിയൂലേ എന്ന് ചോദിക്കുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട് അതാ ഞാനും പറഞ്ഞു വന്നേ, എന്തായാലും നീ കുറച്ച് നാളത്തേക്ക് ഈ നാട്ടിൽ നിന്നും മാറി നിൽക്കാം. ആദ്യമായിട്ടൊന്നും ഋഷി പറയുന്നുണ്ട് ഇവിടുന്ന് മാറി നിൽക്കാനൊന്നും പറ്റില്ല, എന്തായാലും ഞാൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുകയെന്ന്. ഇത് കേട്ടുകൊണ്ടാണ് നമ്മളുടെ അരുന്ധതി വന്നത്. അരുന്ധതി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇവരുടെ സംസാരം അവിടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ഇസബല്ല വീണ്ടും പറയുന്നുണ്ട് വീട്ടിലിരുന്നാൽ എന്തായാലും അവിടെ പോലീസ് അന്വേഷണമൊക്കെ ഉണ്ടാവും, മേഡത്തെ ചോദ്യം ചെയ്യാനൊക്കെ പോലീസ് പറഞ്ഞ സമയത്ത് നിന്നെ അവിടെ കണ്ടാൽ പ്രശ്നമാവും, അതുകൊണ്ട് നീ ഈ നാട്ടിൽ നിന്നേ പോകണം, ഇല്ലെങ്കിൽ നമുക്കത് ആപത്താ, പ്രത്യേകിച്ചും എനിക്കും കെവിനും അത് പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രശ്നമാകുമെന്നും പറഞ്ഞ് എനിക്ക് ഇവിടുന്ന് പോകാനൊന്നും പറ്റില്ല, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് ഋഷി ഫോൺ വെച്ചിട്ട് തിരിയണത് അരുന്ധതിയുടെ നേരെയാണ്. അപ്പോൾ അരുന്ധതി ചോദിക്കുന്നുണ്ട് എന്താ ഋഷി പുതിയ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നുമില്ല അമ്മ, നന്ദനാണെങ്കിൽ എന്നെ കൊന്ന കാര്യം ദേവികയോട് തുറന്നു പറഞ്ഞു, ദേവിക കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇസബല്ല പറയണേന്ന്. അത് കേട്ടതും അരുന്ധതി പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാ ആവശ്യമില്ലാത്ത കളിക്ക് നിൽക്കണ്ടാന്ന്, ഇത് തീക്കളിയാ, ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കോ, ഇന്ന് തന്നെ ഞാൻ നന്ദനെയും പ്രഭാവതിനെയും ദേവികയെയും വിളിച്ച് സത്യങ്ങൾ പറയാൻ. അന്നേരം ഋഷി പറയുന്നുണ്ട് എന്തായാലും അമ്മ പറയാൻ വരട്ടെ, കുറച്ചും കൂടി ഞാനൊന്ന് ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം, ഇനിയിപ്പോൾ ഞാൻ കാലാകാലം ഈ നാട്ടിൽ നിന്ന് പോകേണ്ട വന്നാലും കുഴപ്പമില്ല, നന്ദനും പ്രഭാവതിയും ഒരു പാഠം പഠിക്കണം. ആ സമയത്ത് ഈ അരുന്ധതി പറയുന്നുണ്ട് നിന്നെ കൊന്നു എന്ന് നന്ദൻ പറഞ്ഞാലും പോലീസ് അത് കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നുമില്ല, പോലീസിന് അതിന് വ്യക്തമായ തെളിവ് വേണം, അതിന് നിൻ്റെ ബോഡി കിട്ടണം ആദ്യം തന്നെ, അങ്ങനെ ബോഡി അന്വേഷിക്കുമ്പം എന്തായാലും നന്ദൻ അറിയില്ലല്ലോ നിൻ്റെ ബോഡി എവിടെയാണ് മറവ് ചെയ്തേക്കണേന്ന്, അതുകൊണ്ട് തന്നെ നന്ദൻ അത് കെവിനാ ചെയ്തതെന്ന് പറയും. പിന്നെ കെവിനെ ചോദ്യം ചെയ്ത് കഴിയുമ്പം ബോഡി എവിടെയാണെന്നുള്ളത് കാട്ടി കൊടുക്കേണ്ടേയും വരും, നിൻ്റെ ബോഡി പോലീസിന് കിട്ടിയില്ലെങ്കിൽ കേസ് അതിൻ്റെ വഴി മാറിപ്പോകും കേട്ടോ. അത് കേട്ടതും ഋഷി പറയുന്നുണ്ട് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം അമ്മ, ഇപ്പം തൽക്കാലം അമ്മ ആരോടും സത്യങ്ങളൊന്നും പറയാൻ പോകണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് ഇസബല്ലേനെയാണ്. ഇസബല്ലയാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കെവിനോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ നന്ദൻ സത്യങ്ങളൊക്കെ ദേവികയോട് പറയും, അതുകൊണ്ട് ചന്ദ്രോത്ത് പോയി നന്ദനെ പൊക്കിക്കൊണ്ട് വന്ന് എങ്ങോട്ടെങ്കിലും 2 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോകാമെന്ന്. അപ്പം നീയല്ലേ പറഞ്ഞ് ഇപ്പം അങ്ങോട്ട് ചെന്നാൽ പ്രശ്നമാവുമെന്ന്, എന്നിട്ടിപ്പോൾ എന്തായി, പ്രശ്നമായില്ലേ, നന്ദൻ എല്ലാ സത്യങ്ങളും ദേവികയോട് പറഞ്ഞു, ഇനിയിപ്പോൾ അവൾ എന്തായാലും നന്ദൻ്റെ വിഷമത്തിൽ സഹതപിക്കാനായിട്ട് നന്ദൻ്റെ കൂടെ കൂടും. ആ സമയം നന്ദനും അവളോടെല്ലാം മറന്ന് ഒന്നായി ജീവിക്കും. ഇനി എനിക്ക് നന്ദനെ കിട്ടണ കാര്യം സംശയമാണെന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നുണ്ട് ബെല്ല ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നന്ദൻ സത്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ദേവിക കേസുമായി മുന്നോട്ട് പോയാൽ എന്തായാലും ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം അവർക്ക് മനസ്സിലാവും. പിന്നെ നന്ദനും ദേവികയും സിദ്ധാർത്ഥൻ സാറും പ്രഭാവതി മേഡും ഒക്കെ എങ്ങനെ നമ്മളോട് പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അവരെല്ലാവരെയും ചതിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നണ്ടോ എന്ന് ചോദിക്കുമ്പം ഇസബല്ല പറയുന്നുണ്ട് അവർ നമ്മളെ എന്ത് ചെയ്യാനാ, അവർ നമ്മളെ എന്തെങ്കിലും ചെയ്യണത് വരെ നമ്മൾ നോക്കിയിരിക്കുകയൊന്നുമില്ല, അതിനു മുമ്പ് ഋഷിനെ നമ്മളിവിടുന്ന് നാട് കടത്തുമെന്ന്. അത് കേട്ടതും കെവിൻ പറയുന്നുണ്ട് ഋഷിയെ നാട് കടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല, എന്തായാലും പോലീസും കേസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നന്ദനെ പോലീസ് ചോദ്യം ചെയ്യുമ്പം എന്തായാലും കൊന്നിട്ട് കുഴിച്ചിട്ടത് എവിടെയാണെന്ന് ചോദ്യം വരും, അങ്ങനെ ചോദിക്കുമ്പം നന്ദൻ ഉറപ്പായിട്ടും എൻ്റെ പേര് പറയും, അങ്ങനെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുമ്പം നമുക്ക് അവനെ കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുക്കേണ്ടി വരും, അങ്ങനെ ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുടെയും മുന്നിൽ സത്യങ്ങൾ പറയേണ്ടി വരും ഋഷി മരിച്ചിട്ടില്ല എന്നുള്ളത്, അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് വെള്ളയ്ക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം വെള്ള പറയുന്നുണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണില്ല, എന്തായാലും നന്ദനും ദേവികയും ഇനി ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല, അതിന് ഞാൻ സമ്മതിക്കൂല, ഇനി അവർ വീണ്ടും ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ 2 എണ്ണത്തിനെയും തട്ടിക്കളയാനാണ് എൻ്റെ തീരുമാനം. അത് കേട്ടതും കെവിനാണെങ്കിൽ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ ഇസബല്ലയെ നോക്കുന്നുണ്ട്, കാരണം കെവിന് ഈ നന്ദനെ കൊല്ലണമെന്നൊന്നുമില്ല, നന്ദനെയും കൊണ്ട് കുറേ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ദേവിക MLA ആയതുകൊണ്ടാണ് ഇവരിപ്പോൾ നന്ദനെ ട്രാപ്പിലാക്കിയേക്കുന്നത് തന്നെ, അല്ലാതെ ഇസബല്ല ഇങ്ങനെ ഒരു ലക്ഷ്യത്തിലാണ് വന്നതെന്നൊന്നും കെവിനെ അറിയൂല്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ഗിരീഷിനെ കാണാനായിട്ട് വന്നേക്കാണ്. ആ സമയത്ത് രജനി ഇറങ്ങി വന്നിട്ട് അച്ഛാന്നും പറഞ്ഞ് വിളിക്കുമ്പം എന്താ മോളേന്ന് ചോദിക്കണം. അന്നേരം രജനിയുടെ മുഖം കാണുമ്പോൾ തന്നെ സിദ്ധാർത്ഥിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്ത് പറ്റി മോളെ, മോളുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുമ്പോൾ അച്ഛാ നമ്മളുടെ നന്ദന ഇങ്ങനെ പറ്റിയില്ലോ അച്ഛാ, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, നന്ദന അത് ചെയ്തതാണോ അതോ ദേവിക മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കണയാണോ എന്ന് ചോദിക്കുമ്പം മോളെന്താ മോളെ വെറുതെ
വെറുതെ ആവശ്യമില്ലാതെ ദേവികയെ കുറ്റപ്പെടുത്തണേ. നന്ദന അത് ചെയ്തതാ. എന്തായാലും നന്ദൻ ഞങ്ങളോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇനി എന്ത് ചെയ്യും അച്ഛാ? ദേവിക ഇനി അടങ്ങിയിരിക്കുമോ? അവൾ നന്ദനെ കേസിൽ കൊടുക്കൂലേ എന്ന് ചോദിക്കുമ്പം, നീ എന്തിനാ എപ്പോഴും ദേവികയെ കുറ്റപ്പെടുത്തുന്നത്? ദേവികയാണോ ഇതിൽ തെറ്റ് ചെയ്തേക്കണേ? നന്ദനല്ലേ? അതുമാത്രമല്ല, ഇത്രയും നാളായിട്ടും അവനത് ഞങ്ങളിൽ നിന്നെല്ലാം മറച്ചു വെച്ചേക്കുമായിരുന്നു. ഇനിയിപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകാതെ വേറെ ഒരു രക്ഷയില്ല. ആ സമയം രജനി പറയുന്നുണ്ട്, നിയമത്തിൻ്റെ വഴിക്ക് പോയാൽ നന്ദൻ ജയിലിൽ പോകേണ്ട അച്ഛാന്ന് ചോദിക്കുമ്പം, ജയിലിൽ പോകേണ്ട കുറ്റമല്ലേ അവൻ ചെയ്തേക്കണേ. ആ കുറ്റത്തിൽ നിന്നും അവനെ രക്ഷിക്കാനൊന്നും ആർക്കും പറ്റില്ല. എന്തായാലും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണമെന്ന് പറയും പോലെ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണമെന്ന്. അത് കേട്ടതും നമ്മളുടെ രജനിയാണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.